റൂത്ത് 1 എലീമലക്കും കുടുംബവും മോവാബിൽ. 1:1 ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായി. അന്ന് യൂദായിലെ ഒരു ബെത്ലഹേംകാരൻ ഭാര്യയും പുത്രന്മാർ ഇരുവരുമൊത്ത് മോവാബ് ദേശത്ത് കുടിയേറി പാർത്തു. ആരുടെ ഭരണകാലത്താണ് നാട്ടിൽ ക്ഷാമമുണ്ടായത്? ന്യായാധിപന്മാരുടെ ഭരണകാലത്ത്. ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ഉണ്ടായത് എന്ത്? ക്ഷാമം. ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് എവിടെയാണ് ക്ഷാമമുണ്ടായത്? നാട്ടിൽ. ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായപ്പോൾ യൂദയായിലെ ഒരു ബെത്ലഹേംകാരൻ ഭാര്യയും പുത്രന്മാർ ഇരുവരുമൊത്ത് എവിടെയാണ് കുടിയേറി പാർത്തത്? മോവാബ് ദേശത്ത്. യൂദയായിലെ ഒരു ബെത്ലഹേംകാരൻ ആരോടൊത്താണ് മോവാബ് ദേശത്ത് കുടിയേറി പാർത്തത്? ഭാര്യയും പുത്രന്മാർ ഇരുവരുമൊത്ത്. 2 അവൻ്റെ പേരെന്ത്? മോവാബ് ദേശത്ത് കുടിയേറി പാർത്ത യൂദയായിലെ ബെത്ലഹേംകാരൻ്റെ പേരെന്ത്? എലീമലക്. എലീമലക്കിൻ്റെ ഭാര്യ ആര്? നവോമി. പുത്രന്മാർ മഹലോനും കിലിയോനും. അപ്പോൾ അവൻ്റെ പേര് എലീമലക്, ഭാര്യ നവോമി, പുത്രന്മാർ മഹലോനും കിലിയോനും. അവർ യൂദായിലെ ബെത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്യരായിരുന്നു. അപ്പോൾ അവർ യൂദായിലെ ബെത്ലഹേമിൽ നിന്നുള്ള ഡാഷ് ആയിരുന്നു, എഫ്രാത്യരായിരുന്നു. അവർ മോവാബിൽ താമസമാക്കി. 3 നവോമിയുടെ ഭർത്താവ് എലീമലക് മരിച്ചു, അവളും പുത്രന്മാരും ശേഷിച്ചു. അപ്പോൾ നവോമിയുടെ ഭർത്താവ് എലീമലക് മരിച്ചപ്പോൾ ശേഷിച്ചത് ആര്? അവളും പുത്രന്മാരും. 4 പുത്രന്മാർ ഓർഫ, റൂത്ത് എന്നീ മോവാബി സ്ത്രീകളെ വിവാഹം ചെയ്തു. 10 വർഷത്തോളം അവർ അവിടെ കഴിഞ്ഞു. മഹലോൻ്റെ ഭാര്യയുടെ പേരെന്ത്? റൂത്ത്. കിലിയോൻ്റെ ഭാര്യ ആര്? ഓർഫ. അവർ ഏത് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളായിരുന്നു? മോവാബെ സ്ത്രീകൾ. അവർ മോവാബിൽ എത്ര വർഷത്തോളം കഴിഞ്ഞു? 10 വർഷത്തോളം. 5 അങ്ങനെയിരിക്കെ മഹലോനും കിലിയോനും മരിച്ചു. നവോമിക്ക് ഭർത്താവും പുത്രന്മാരും നഷ്ടപ്പെട്ടു. ഇപ്പോൾ മോവാബിൽ വെച്ച് എലീമലക്, മഹലോൻ, കിലിയോൻ മരിച്ചു. നവോമിക്ക് നഷ്ടപ്പെട്ടത് ആരൊക്കെ? ഭർത്താവും പുത്രന്മാരും. 2ാമത്തെ ഹെഡിങ് നവോമിയും റൂത്തും ബെത്ലഹേമിലേക്ക്. 6 കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ട് നവോമി മരുമക്കളോടുകൂടെ മോവാബിൽ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങി. അപ്പോൾ കർത്താവ് തൻ്റെ ജനത്തെ എന്ത് നൽകി അനുഗ്രഹിക്കുന്നു എന്നാണ് നവോമി കേട്ടത്? ഭക്ഷണം. കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ട് ആരോടുകൂടെയാണ് നവോമി മോവാബിൽ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങിയത്? മരുമക്കളോടുകൂടെ.